രാഹുൽ ഈശ്വർ നേരത്തെ സമാനമായ ഒരു ചർച്ചയിൽ താങ്കൾ പറഞ്ഞു നോക്കുന്നു, ഒരു ചെറുത്തുനിൽപ്പിന്റെ ആളുകൾ എന്ന രീതിയിൽ ഒരു ആരാധന ഇവരോടുണ്ടാകുന്നു. അതാണ് ഇപ്പോൾ കേരളത്തിലും പ്രകടമായിക്കൊണ്ടിരിക്കുന്നതെന്ന്. പക്ഷേ ആരാധന മൂത്ത് അത് അതിര് വിട്ടു പോയിരിക്കുകയല്ലേ ഇപ്പോൾ കരിപ്പൂർ വിമാനത്താവളത്തിന് മുന്നിലെ ആ ഉപരോധ സമരം കാണുമ്പോൾ തന്നെ അതിൽ മുസ്ലിം ബ്രദർഹുഡ് നേതാക്കൾക്കാണ് അവിടെ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. താങ്കൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ വളരെ കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയോടും വിശാല അർത്ഥത്തിൽ നമ്മുടെ മുസ്ലിം സമൂഹത്തിലെ എല്ലാ സംഘടനകളോടും വളരെ സ്നേഹത്തോടുള്ള ഒരു അഭ്യർത്ഥനയാണ്. ഒരിക്കലും ഹമാസും മുസ്ലിം ബ്രദർഹുഡും നമുക്ക് വേണ്ടാത്ത ഓർഗനൈസേഷൻസ് ആണ് അവർ. തീർച്ചയായിട്ടും പാലസ്തീൻ ജനതയോടൊപ്പം തന്നെയാണ് നമ്മൾ. ഇപ്പം മാത്രമല്ല, മഹാത്മാഗാന്ധിയുടെ കാലം മുതൽ പാലസ്തീൻ ജനതയോടൊപ്പമാണ്. ഇന്ന് കുറെ കൂടെ ഇസ്രായേലിന്റെ വളർച്ചയും ഇന്ത്യയോടുള്ള അടുപ്പവും കാരണം ബാലൻസ് ചെയ്ത് ഇസ്രായേലിന്റെ പൊസിഷനോടൊപ്പം നിൽക്കുകയും രണ്ടുപേർക്ക് വേണ്ടി മാറി മാറി വോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. പക്ഷേ ഹമാസ് കാരണം ഇപ്പൊ നേരത്തെ പല ചർച്ചകളിലും നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഗസയിലെ ജനങ്ങൾക്ക് പോലും ഹമാസിന്റെ നടപടികളും നിലപാടും കാരണം നാശവും കുട്ടികളുടെ മരണവും ഒക്കെയാണ് ഉണ്ടായത്. അതായത് യഥാർത്ഥത്തിൽ ലോകതലത്തിൽ നോക്കിയാൽ എബ്രഹാം അക്കോർഡ്സ് വരുന്നതിനെ എതിർക്കാൻ വേണ്ടിയാണ് ഹമാസ് ഈ തീവ്രവാദ ആക്രമണം നടത്തുന്നത്. അതിനുശേഷം ഇസ്രായേൽ ഗവൺമെന്റ് കൊണ്ടുപോയിട്ടുള്ള ഇന്റർനാഷണൽ ഡെലിഗേഷൻസിൽ ഒരാളായിരുന്നു ഞാൻ. ഞങ്ങൾ 9 പേരാണ് ഇന്ത്യയിൽ നിന്ന് പോയത്. അവിടെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേ പറഞ്ഞു, ഞാനും നമ്മുടെ ഹിന്ദുവിന്റെ ഡോക്ടർ സ്റ്റാൻലിയും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യമേ പറഞ്ഞു, ഞങ്ങൾ പാലസ്തീനെയും കൂടെ ഉൾക്കൊള്ളുന്നവരാണ്, മനസ്സിലാക്കുന്നവരാണ്. ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷനൊക്കെ ഇന്നും ഇസ്രായേലിലെ വലിയൊരു വിഭാഗം മോഡറേറ്റ് ജനത വിശ്വസിക്കുന്നുണ്ട്. അവരിൽ റാഡിക്കൽസ് ഇല്ല എന്നൊന്നും പറയുന്നില്ല കേട്ടോ. അവരും ഇസ്രായേലിലും ട്രിഗർ ഹാപ്പി ആയ ആൾക്കാരുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ പാലസ്തീൻ ജനതയുടെ വിഷമവും വേദനയും നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. അതേപോലെ 1200ഓളം പേര് മരിക്കുകയും, ഞാൻ ആ സ്ഥലങ്ങളിലെല്ലാം പോയിരുന്നു. ഇപ്പൊ ശ്രീജിത് ഭായ് പറഞ്ഞ പല സ്ഥലങ്ങളിലും പോയിരുന്നു. നമുക്കിത് കാണുമ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു കരച്ചിലും വിങ്ങലും വരും. പാർട്ടിക്ക് പോയി ആഘോഷിച്ചുകൊണ്ടിരുന്ന, ബോയ് ഫ്രണ്ടിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ വീട്ടുകാരുമായിട്ട് വന്ന് ആഹാരം കഴിക്കുന്നവർ ഒരു കാര്യവുമില്ലാതെ അപ്രതീക്ഷിതമായി ഈ രീതിയിൽ റോക്കറ്റുകൾ വർഷിക്കുകയും അവരെ തട്ടിക്കൊണ്ടുപോവുകയും അവരെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നതിന് ഒരു ന്യായീകരണവുമില്ല. ഇവരുടെ ഏക ഉദ്ദേശം ആ ഒക്ടോബർ 7 എന്ന തീവ്രവാദ ആക്രമണം, ശ്രീ ശശി തരൂർ ശരിയായി മുസ്ലിം ലീഗ് വേദിയിൽ പറഞ്ഞ തീവ്രവാദി ആക്രമണം എന്ന് പറയുന്ന കാര്യത്തിന് ഒരു ന്യായീകരണവുമില്ല. എന്നാൽ തിരിച്ചു നടന്നതും പാലസ്തീനിലെ 10,000, 20,000, 50,000, ചിലർ 60,000 പറയുന്നു, 60,000-ഓളം ആൾക്കാർ മരിച്ചതും നമ്മുടെ ആത്മാവിനെ മുറിപ്പെടുത്തുന്നതാണ്. ഒരു സംശയവുമില്ല. കുട്ടികൾ മരിച്ചു, റഫേൽ നടക്കും ആൾക്കാരെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ. ഇനി അത് ഇസ്രായേലി പൊളിറ്റിക്സിലും കാര്യമുണ്ട്. കാര്യം ഈ വിഷയം കഴിഞ്ഞാൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കൂടുതലായിട്ട് പോകേണ്ട. പക്ഷേ ഈ കേരളത്തിലെ ഒരു പ്രതിഷേധത്തിൽ ഈ ഇലമെന്റുകളെ പ്രതിഷ്ഠിക്കുന്നതിന്റെ പിന്നിൽ അവിടെയാണ് അതിലെ പോയിന്റ്. അവിടെ ആ പോയിന്റ് പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിക്കാർ കേൾക്കുന്നെങ്കിൽ അവരും കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് പ്രധാനമായിട്ട് ഏറ്റവും എക്സ്ട്രീം സംഘടനകൾ നമ്മൾ പൊതുവെ മുദ്ര കുത്തുന്ന 2 സംഘടനയാണ് ഐസിസ് ആണ് ഇതിലെ ഗ്ലോബൽ കാലിഫേറ്റിന്റെ എക്സ്ട്രീമിസം എന്ന് പറയുന്ന ഒരു നിലവാരമുള്ള സംഘടന. ഇനിയും ഈ മുസ്ലിം ബ്രദർഹുഡ് തന്നെ നേരത്തെ പലരും സൂചിപ്പിച്ച പോലെ ഈജിപ്ത്, സൗദി അറേബ്യ, അതായത് പരിശുദ്ധ മക്കയും മദീനയും ഇരിക്കുന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ സൗദി അറേബ്യ പോലും ബാൻ ചെയ്തതാണ് ഈ മുസ്ലിം ബ്രദർഹുഡ്. നമുക്ക് മുസ്ലിം ബ്രദർഹുഡ് അല്ല, ഹിന്ദു മുസ്ലിം ബ്രദർഹുഡ് ആണ് ഇന്ത്യയിൽ വേണ്ടത്. അതുകൊണ്ട് മുസ്ലിം ബ്രദർഹുഡ് പോലത്തുള്ള സംഘടനകളെയോ അവരുടെ ആശയങ്ങളെയോ നേതാക്കളെയോ പ്രചരിപ്പിക്കുന്ന കാര്യം ആവരുത്. ഇനി ജമാഅത്തെ ഇസ്ലാമിയോട് ഒരു വാക്ക്. 2016 ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ അതിഥിയായിട്ട് പോയ എനിക്കെതിരെ ആ പരിപാടിയിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഐസിസ് ത്രെറ്റ് ഉണ്ടാവുന്നത്. 2016 ഓഗസ്റ്റ് നമ്മുടെ ശ്രീജിത്ത് സാറായിരുന്നു വന്ന് ഞങ്ങളെ എല്ലാം മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയത്. മുസ്ലിങ്ങളോട് പോലും യാതൊരു അനുഭവമില്ലാത്ത, അതായത് അവരുടെ കണ്ണിൽ വിശ്വാസിയല്ലാത്ത കാഫിറായ രാഹുൽ ഈശ്വർ പങ്കെടുക്കുന്ന പരിപാടിയിൽ അവിടെ കൂടിയിരുന്ന മുസ്ലിങ്ങളെ പോലും കൊല്ലാൻ തീരുമാനിക്കുന്ന ഐസിസിന്റെ മനോഭാവമുള്ള പലരെയും നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് എന്തിനാണ് എന്നവർ ചിന്തിക്കണം. ജമാഅത്തെ ഇസ്ലാമിയുടെ മറ്റൊരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഒരു പരിശുദ്ധ ഖുർആൻ എനിക്ക് തരികയുണ്ടായി, വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അപ്പൊ ഈ ഇസ്ലാമിസ്റ്റ് എക്സ്ട്രീമിസം, ഇസ്ലാമിക് അല്ല, ഇസ്ലാമിക് പരിശുദ്ധവും ഇസ്ലാമിസ്റ്റ് റാഡിക്കലിസവുമാണ്. തീവ്ര ഹിന്ദുത്വമോ തീവ്ര ബ്രാഹ്മണിക്കൽ വാദമോ മോശമാണ്, ഹിന്ദുധർമ്മം നല്ലതാണെന്ന് പറയുന്ന പോലെ. അപ്പൊ ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് വാദം ഈ മുസ്ലിങ്ങളെ നശിപ്പിക്കും, നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഇനി ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ എബ്രഹാമിന്റെ സന്തതികൾ പരസ്പരം തമ്മിൽ തല്ലുന്ന കാണുന്നത് വിഷമകരമാണ്. ഞങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ ഡെലിഗേഷനും, ഞങ്ങൾക്ക് വലതുപക്ഷക്കാരുണ്ടായിരുന്നു, തീവ്ര വലതുപക്ഷക്കാരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം അവിടെ പോയി പറഞ്ഞ കാര്യം എബ്രഹാം പ്രവാചകനെയോ ഇബ്രാഹിം പ്രവാചകനെയോ ഒക്കെ, അല്ലെങ്കിൽ എബ്രാം എന്ന് പറയുന്ന പ്രവാചകനെയോ ഒക്കെ അംഗീകരിക്കുന്ന ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ തല്ലുന്നത് കാണുന്നത് വേദനാജനകമാണ്. ഇതിനൊരു സൊല്യൂഷൻ വേണം. മുസ്ലിം സമൂഹത്തിൽ നിന്നൊരു മഹാത്മാഗാന്ധി ഉയർന്നു വരണം പാലസ്തീനിൽ. അങ്ങനെയൊക്കെ ഇതിന്റെ സൊല്യൂഷൻ ഉണ്ടാകൂ. അതിന് ഈ മുസ്ലിം ബ്രദർഹുഡിന്റെയോ ഹമാസിന്റെയോ പോസ്റ്റർ കേരളത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ഒരു ഗുണവുമില്ല. കേരളത്തിൽ കൂടുതൽ വിദ്വേഷവും വിഭാഗീയതയും ഉണ്ടാകാനേ സാധ്യതയുള്ളൂ. ഇത് മുസ്ലിം സമൂഹത്തിൽ ഈ സമരത്തിന്റെ ഗതി തന്നെ മാറ്റുന്ന രീതിയിലാണ് ഈ